നമ്മൾ 70,000 ഒരു മരത്തിൽ നിന്ന് നമുക്ക് ഈൽഡ് കിട്ടുന്നതിന് നമ്മളതിൽ ചേർക്കേണ്ടത് 2,000 രൂപ 3,000 രൂപ അഡീഷണൽ കൊടുക്കേണ്ടതിനാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഈ 2,000 രൂപ 3,000 രൂപ ഒരു വർഷത്തിന് ചെലവ് ചെയ്യാതിരുന്ന 50 രൂപ മരത്തിൽ നിന്നും കിട്ടില്ല. ഹായ് ഹലോ, എല്ലാവർക്കും കൃഷിലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവരും മാങ്കോസ്റ്റിൻ പ്ലാന്റുകൾ നടുന്നൊരു സമയമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നത് മാങ്കോസ്റ്റിൻ പ്ലാന്റ് വലുത് വാങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ അതൊരു ട്രെൻഡാണ്. മാങ്കോസ്റ്റിൻ പ്ലാന്റ് ഇപ്പോൾ ചെറുത് വെച്ച് പരിപാലിക്കാനൊക്കെ മടിയുള്ളവരൊക്കെ വലുത് വാങ്ങി, അതായത് കായ്ക്കാറായിട്ടുള്ള പ്ലാന്റുകൾ വാങ്ങി കായ്ച്ചത് വാങ്ങി എന്നൊക്കെ പറയാറുണ്ട്. ഇതിപ്പോൾ എത്ര വർഷമായിട്ടുള്ള മാങ്കോസ്റ്റിൻ പ്ലാന്റ് ആണ്? ഇതിപ്പോൾ 8 വർഷം കഴിഞ്ഞ് 9 വർഷത്തിലേക്ക് പ്രവേശിച്ചു. ഇതിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്കോസ്റ്റിൻ കായ്ക്കണമെങ്കിൽ 9 വർഷം 10 വർഷമെങ്കിലും തികയണം. ചിലത് 10 വർഷം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു മാങ്കോസ്റ്റിൻ പ്ലാന്റ് ഒരു 2 വർഷത്തെ പ്ലാന്റിന് തന്നെ ഏകദേശം 1,000 റുപ്പീസിൻ്റെ അടുത്ത്, 2-3 വർഷത്തിന് 1,000 റുപ്പീസിൻ്റെ അടുത്ത് വിലയുണ്ട്. അത് തന്നെ നമ്മളിപ്പോൾ ഈ പ്ലാന്റ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ 9 വർഷത്തെ പ്ലാന്റ് കാണുമ്പോൾ മനസ്സിലാവും. നല്ല ആണോ, കരുത്തുള്ള നല്ല 8 അടി 9 അടിയൊക്കെ പൊക്കമുള്ള 13, 14, 15 തട്ടും വിരിഞ്ഞ പ്ലാന്റ് 5,500 രൂപയ്ക്കാണ് പ്ലാന്റ് കൊടുക്കണം. 6,000 രൂപയാണ് റീറ്റെയിൽ പ്രൈസ്. ഹോൾസെയിലായിട്ട് 5,500 രൂപയ്ക്ക് കൊടുക്കണം. ഇതെന്ന് വെച്ചാൽ 9 വർഷത്തെ പ്ലാന്റ് അടുത്ത വർഷം ഇത് കായ്ക്കും. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ അടുത്ത വർഷം കായ്ച്ചാൽ കുറച്ച് കായ ഉണ്ടാവും. പിന്നെ 2 വർഷം കൂടി കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 കൊല്ലത്തിയിട്ടാണ് കമേഴ്സ്യൽ ഈൽഡ് എന്ന് ഞങ്ങളൊക്കെ പറയും. നഴ്സറിക്കാരൻ്റെയും പ്ലാന്റേഷൻ നടത്തുന്നവരുടെയും ഭാഷയാണ് കമേഴ്സ്യൽ ഈൽഡ്. കമേഴ്സ്യൽ ഈൽഡിലേക്ക് പ്രവേശിക്കാൻ 2 വർഷം കൂടി മതി. അതായത് നല്ല രീതിയിൽ ഫ്രൂട്ട് ഉണ്ടായി നമുക്ക് വിൽക്കാവുന്ന രീതിയിലുണ്ടാവും. ഒരു 3 വർഷം മതി. അപ്പോൾ 12 വർഷം എന്ന് പറയുന്നത് 3 വർഷമായിട്ട് ലാഭിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പേ ചെയ്യേണ്ട, ഒരു ചെറിയ പൈസ ഒരു 4,000 രൂപ നമുക്ക് കൂടുതൽ പേ ചെയ്യേണ്ടി വരും. ഒപ്പം നമുക്ക് 8 വർഷം നമുക്ക് ലാഭിക്കാം. നമ്മളിത് ചെയ്യണമെന്ന് വെച്ചാൽ 9 വർഷമായിട്ട് നമ്മുടെ നനച്ചും വളമിട്ടിട്ട് ഇത് ഇരുത്തുന്ന കാര്യമാണ്. ഇതുപോലെ വലിയ പ്ലാന്റുകൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം സാർ എങ്ങനെയാണ്? ഒന്നും ശ്രദ്ധിക്കാനില്ല. കാരണം ഇത് താഴെ കണ്ടോ, ഇതിലെല്ലാം പ്രിസർവ്ഡാ എല്ലാം. അതായത് ഇത് നിറച്ച് വേരും അതിൻ്റെ വളങ്ങളും കാര്യങ്ങളുണ്ട്. ഇത് ചുമ്മാ മൂട് കീറിയിട്ട് ഇതിൽ കുറച്ച് വേപ്പമണ്ണാക്കി എല്ലോടെയും ചാണവും കുറച്ച് പറ്റാണ് ഇച്ചിരി കുളം പൊട്ടാഷ് അല്ലെങ്കിൽ 17 ഇട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കയറി വന്നോളും. ഇപ്പം മഴ പെയ്തു തുടങ്ങി. ഇപ്പോൾ ആണെങ്കിൽ വയ്ക്കാം. ഞാനിപ്പോൾ വയ്ക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് വയ്ക്കാം, കാരണം മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ലത് ഒരു മെയ് ലാസ്റ്റ് കണ്ടിട്ടാണ്. അങ്ങനെ വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഈ സാധനം ഉണ്ടാവും. മാത്രമല്ല ഇതിൻ്റെ ഇരട്ടിയാവും. ഇത് അടുത്ത വർഷം ഇതിൻ്റെ ഇരട്ടിയാവും. ഇത് കാരണം ഈ ചെറിയ പ്ലാന്റ് വയ്ക്കുന്ന മാതിരിയല്ല. കാരണം നല്ല സ്റ്റമ്പാണ്, സ്ട്രോങ് സ്റ്റമ്പുകളാണ്, നിറച്ച് വേരാണ്. ഇതിൻ്റെ ഇരട്ടിയാവും, നല്ല കരിയിൽ വരും. കാരണം മാത്രമല്ല ഇതിൽ നല്ല വളം കരുതി വെച്ചിട്ടുണ്ട്, പോകാനൊന്നുമില്ല, കറക്റ്റായിട്ട് വരും. പക്ഷേ ഇതൊന്നും എന്താണെന്ന് പറയുമോ, ഇതൊന്നും ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കർഷകൻ എപ്പോഴും അവൻ്റെ രീതിയിലേ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ കർഷകർ മാറിക്കഴിഞ്ഞാലേ ശരിയാവുള്ളൂ. നമ്മൾ എന്താണ് നമുക്ക് ഫീസിബിളായിട്ടുള്ളത്, എന്താണ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് എന്നതിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇവിടെ വീട് വയ്ക്കുന്നവർ 2 മാങ്കോസ്റ്റിൻ, 2 തവണ റംബൂട്ടാനുണ്ട്. വലിയ റംബൂട്ടാനുണ്ട്. നമുക്ക് 10 കൊല്ലത്തെ റംബൂട്ടാൻ പ്ലാന്റ് ഉണ്ട്, 7 കൊല്ലത്തെ റംബൂട്ടാൻ പ്ലാന്റ് ഉണ്ട്. ഇതൊക്കെ ഇതൊക്കെ റംബൂട്ടാൻ പ്ലാന്റുകളാണ്. ഇത് E35 കേട്ടോ. നമുക്ക് ചുമന്നത് വേറെ ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കാച്ചു നിൽക്കുന്ന പ്ലാന്റുകളാണ്. ഇതൊക്കെ കൊണ്ടുപോയിട്ട് വെക്കുന്നത് കാര്യങ്ങൾ മാറി. പക്ഷേ പ്ലാന്റേഷൻ ഡെവലപ്പ് ചെയ്യുന്നവർ കുറച്ചും കൂടി പൈസ കുറവേണ്ട രീതിയിൽ വെക്കുള്ളൂ. ഈ പറഞ്ഞ 10-20 പ്ലാന്റ് വെക്കുന്നവർക്ക് ഇതൊക്കെ നല്ലത്. നല്ല പെട്ടെന്ന് അത് മാത്രമല്ല, ഇനി മാങ്കോസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇത്ര ഈൽഡ്, ഇത്ര പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു കൃഷി വേറെ ഇല്ല. കാരണം എന്ന് വെച്ചാൽ മര്യാദയ്ക്കാണെന്നുണ്ടെങ്കിൽ 10-500 കിലോ മാങ്കോസ്റ്റി ഉണ്ടാവും. അതിൽ കൊഴിഞ്ഞു പോയാൽ നമുക്കൊരു 200-250 കിലോ 300 കിലോ വരെ നമുക്ക് കിട്ടുന്ന രീതിയുണ്ട്. ഈ മാങ്കോസ്റ്റിൻ എന്ന് പറയുന്നത് മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 500 രൂപയ്ക്കൊക്കെ നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് പോകും. മഴ പെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ വില 150, 175, 200 താഴെ വരും. പക്ഷേ അപ്പോൾ വേണ്ട സമയത്ത് നമുക്ക് മാങ്കോസ്റ്റിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മരത്തിൽ നിന്ന് തന്നെ 50,000-60,000 കിട്ടുന്ന രീതിയിലേക്ക് വരും. പക്ഷേ ആ രീതി വെറുതെ പറഞ്ഞുകൊണ്ടായില്ല. അതിൻ്റെതായ രീതിയിൽ ചെയ്യണം, കൃത്യമായിട്ട് ഫോളോ ചെയ്യും. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പോൾ മാങ്കോസ്റ്റിനൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നല്ല രീതിയിൽ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ കൊഴിച്ചിലും ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നൊരു പ്രശ്നം, ചില ചെടികൾക്ക് ഒരു യെല്ലോ കളർ ഇലകളിൽ വന്നിട്ട് ഉള്ളൊരു പ്രശ്നം. മാങ്കോസ്റ്റിനെ സംബന്ധിച്ച് ഈ ന്യൂട്രീഷ്യസ് ഡെഫിഷ്യൻസി വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് നന്നായിട്ട് വളം ആവശ്യം. ഇത് റംബൂട്ടാനായാലും മാങ്കോസ്റ്റിനായാലും മരസ്വഭാവമുള്ള ഫ്രൂട്ടാണ്, മരങ്ങളാണ്. ആ മരസ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് വളവും കാര്യങ്ങളും മരത്തിൻ്റെ രീതിയിൽ പന്തലിച്ച് പോകുന്ന സാധനം. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് വളം ജൂൺ ജൂലൈ മാസങ്ങളിൽ നന്നായിട്ട് അടിവളം കൊടുക്കണം. വേപ്പുമുണ്ടാക്കി എല്ലോടി ചാടണം. അതിന് ഒക്ടോബർ നവംബറിൽ കൊടുക്കണം. ഇത് കൂടാണ്ട് 2 പ്രാവശ്യമായിട്ട് അഡീഷണലായിട്ട് പൊട്ടാഷ്യം NPK വളങ്ങളും കൊടുക്കണം. ഇത് കൂടാണ്ട് മണ്ണിന് സൾഫറിൻ്റെ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ കൊടുക്കണം. ജൂൺ ജൂലൈ കാൽഷ്യം ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇനി ഇതിന്റെ ഈ മഞ്ഞപ്പ് ഈ ഫ്രൂട്ടിന് കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി അതിന് പോളിയാർ പ്രോസ്പെറായി കൊടുത്താൽ മതിയാവും. പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞ മാതിരി ന്യൂട്രീഷൻ
ഡെഫിഷ്യൻസിക്ക് വേറെ ചെയ്യാവുന്ന കാര്യം ഒരു ഇതിന് വെച്ചാൽ ഒരു പൊടി വന്നിട്ട് ഈ മാംഗോസ്റ്റിൻ വലുതായി വരുന്ന സമയത്ത് അതിൻ്റെ ഒരു പൊടി വന്നിട്ട് ഒരു ഫംഗസ് ബാധ ഉണ്ട്. അതിന് ജെനെക്സ എന്നുള്ള മരുന്നും പിന്നെ SOP കൂടി, SOPയുടെ വേറൊരു കണ്ടന്റ് കൂടി, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു 2 ml 1 ലിറ്റർ എന്നുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ അടിക്കുക, വീണ്ടും ഒരു 10 ദിവസം കഴിയുമ്പോൾ 2 പ്രാവശ്യം അടിച്ചാൽ അത് കറക്റ്റായി. അപ്പം ആ രീതിയിലൊക്കെ ചെയ്ത് 2-3 പ്രാവശ്യം അതിൻ്റെ ആപ്ലിക്കേഷനും 3-4 പ്രാവശ്യം വളങ്ങളും ചേർത്താൽ ഇതിമേതൊന്നും പോകാനില്ല. ഉണ്ടാവുന്നതിൽ 3-1 കൊഴിയും, അത് സംശയമില്ലാത്ത കാര്യം. ബാക്കി 3-2 കിട്ടും എന്ന് പറഞ്ഞാൽ 500 കിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 350 കിലോ കിട്ടിയാൽ പോരെ. 200 വെച്ച് കണക്കൂട്ടിക്ക് 70,000 രൂപയുടെ മരം കിട്ടും. പക്ഷേ ഈ 70,000 രൂപയുടെ മരം കിട്ടുന്നതിന് നമ്മൾ 70,000 ഒരു മരത്തിൽ നിന്ന് നമുക്ക് ഈൽഡ് കിട്ടുന്നതിന് നമ്മളതിൽ ചേർക്കേണ്ടത് 2,000 രൂപ 3,000 രൂപ അഡീഷണൽ കൊടുക്കേണ്ടതിനാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഈ 2,000 രൂപ 3,000 രൂപ ഒരു വർഷത്തിന് ചെലവ് ചെയ്യാതിരുന്ന 50 രൂപ മരത്തിൽ നിന്നും കിട്ടില്ല. നോട്ട് ദ പോയിന്റ് ആണ്. അതായത് നമ്മൾ 50,000-60,000 കിട്ടുന്ന ഒരു മരത്തിൽ നമുക്ക് ഈൽഡ് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ വേണ്ട രീതിയിൽ ചെയ്യുന്ന 3,000-4,000 രൂപയുടെ വളങ്ങളും മരുന്നും എല്ലാം കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ കാശ് മൊത്തം കിട്ടും. നേരെ മറിച്ച് നമ്മൾ ഇതൊന്നും ചേർക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കായ ഉണ്ടാവും, കൊഴിഞ്ഞു പോകും, അതിൽ കേടും വന്നു പോകും, ഒന്നും കിട്ടില്ല. അതാണ് കൃഷിയുടെ ഇൻഫർമേഷൻ. ഞാൻ ഈ കഴിഞ്ഞ വർഷത്തെ 15 കൊല്ലത്തും കൊണ്ട് ഞാനും അങ്ങനത്തെ മണ്ടത്തരങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ മണ്ടത്തരങ്ങളൊന്നും അനുഭവിക്കില്ല. ഞാൻ കൃത്യമായിട്ട് കൃഷി ചെയ്യാനും ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഫാമിന് ലോക്കിടും, സംശയമില്ലാത്ത കാര്യമാണ്. അതിൻ്റെ തീരുമാനത്തിലാണ് പറയുന്നത്. ഇതിലിപ്പോൾ ആത്മാർത്ഥ കുറവൊന്നുമില്ല, കൃത്യമായിട്ട് പറയുകയാണ്. കാരണം കർഷകരെ എന്ന് പറഞ്ഞ ഒരു കർഷക സംഘടന ഞാൻ ഉണ്ടാക്കിയെടുത്താണ്. അത് നന്നായിട്ട് പോകുന്നതാണ്, നമുക്ക് എല്ലാവരുടെ ഉത്തരവാദിത്വമുണ്ട്, അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ പോട്ടെ. അതെ. അപ്പോൾ മാംഗോസ്റ്റിൻ പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സാറൊന്ന് പറയാം. എൻ്റെ നമ്പർ 9947364727. ഒരിക്കൽ കൂടി പറയാം, 9947364727. അപ്പോൾ കഴിവതും എന്നെ വിളിക്കാവുന്നൊരു എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ, കുഴപ്പമില്ല, ഞാൻ മാനേജറെ കണക്ട് ചെയ്തോളാം, പ്രശ്നമില്ല. നിങ്ങളുടെ സ്ഥാപനത്തിനോ ഷോപ്പിനോ നഴ്സറിക്കോ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.